നമസ്കാരം. കിഡ്നി റീജൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റ് നമ്മുടെ കമ്പനി കഴിഞ്ഞിടെ ലോഞ്ച് ചെയ്തു. അത് നല്ല റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കിഡ്നി കംപ്ലൈൻറ്റ്. കാരണം നമ്മുടെ ഭക്ഷണ രീതികൾ അങ്ങനെയായിപ്പോയി. കിഡ്നിക്ക് പ്രശ്നങ്ങളുണ്ടാകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ തട്ടുകടയിൽ നിന്നും ഒക്കെ നമ്മൾ വാങ്ങിച്ച് കഴിച്ച്, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വില കൊടുത്ത് വാങ്ങുക ഈ അസുഖങ്ങളൊക്കെ. പിന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, ഇപ്പോൾ അലോപ്പതി മരുന്നിൽ നല്ലൊരു ശതമാനത്തിനും ഈ പറയുന്നത് പോലെയുള്ള സൈഡ് എഫക്റ്റുകളാണ്. പ്രത്യേകിച്ച് പെയിൻ കില്ലറൊക്കെ കഴിക്കുമ്പോൾ അത് കിഡ്നിയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാൽസ്യം, നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന കാൽസ്യം, മിക്കവാറും കാൽസ്യങ്ങൾക്കകത്ത് 25% കാൽസ്യം ഉള്ളൂ എന്ന് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിനോടൊക്കെ തന്നെ നമ്മൾ സംസാരിക്കുന്നവർ പറയാറുണ്ട്. ബാക്കി 75% കാൽസ്യം കാർബണേറ്റാണ്. അതായത് ഈ കണവ എന്ന് പറയുന്ന മീനിൻ്റെ ഉള്ളിലിരിക്കുന്ന കടനാക്ക് എന്ന് പറയുന്ന ഒരു സാധനം, അത് നമ്മൾ പക്ഷികൾക്കൊക്കെ കൊടുക്കുന്നതാണ് കാൽസ്യം കാർബണേറ്റായിട്ട് കടനാക്ക്. അതുപോലെ തന്നെ ചിപ്പിയുടെ തോടുകളൊക്കെ, കക്കായുടെ തോടുകളൊക്കെ പൊടിച്ച് കാൽസ്യം ടാബ്ലറ്റിനകത്തേക്ക് മായമായിട്ട് ചേർക്കുന്നത്. ഇതൊക്കെ നമുക്ക് കിഡ്നിയാണ് ചെന്ന് ബാധിക്കുന്നത്. അതായത് എന്ത് നമ്മൾ കഴിച്ചെന്നാലും കുടിച്ചെന്നാലും കിഡ്നിയാണല്ലോ അത് പ്യൂരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ അരിപ്പകൾക്ക് താങ്ങാവുന്നതിലപ്പുറമായിട്ടുള്ള ലോഡ് കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള കിഡ്നിയെ റീജനറേറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഒന്ന് പുനരുദ്ധരിപ്പിക്കുവാൻ ആണ് നമ്മളുടെ സയൻറ്റിസ്റ്റുമാർ, ന്യൂട്രാസ്യൂട്ടിക്കൽ സയൻറ്റിസ്റ്റുമാർ പ്രത്യേകമായിട്ട് ഇന്നോവേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റാണ് കിഡ്നി റീജൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതേത് തരത്തിലാണ് വർക്കൗട്ടാകുന്നത്. ദാരു ഹെൽത്തി വൃക്കയുടെയും കരളിൻ്റെയും പ്രവർത്തനം സുഗമമാക്കുന്നു, പ്രമേഹ നിയന്ത്രണം, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കൽ, അതുപോലെ തന്നെ ചർമ്മരോഗങ്ങളെ നിയന്ത്രിക്കുന്നു, കിഡ്നി സ്റ്റോൺ തടയുവാൻ ഉതകുന്നു. അതിന് ഏറ്റവും നല്ല ഒരു സസ്യമാണ് ദാരു ഹെൽത്തി. രണ്ടാമതായിട്ട് ഇതിൽ പുനർനവ എന്ന് പറയുന്ന ഒരു സസ്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ പല ആയുർവേദ മരുന്നുകളിലും ചേർക്കുന്നതാണ്. വൃക്കരോഗങ്ങൾക്കും മൂത്രത്തിലെ അണുബാധകൾക്കും നല്ലൊരു ഔഷധമായിരുന്നു. മൂത്രവിസർജനം വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് ഇതിൽ ഗോകുരു എന്ന് പറയുന്ന ഒരു മെഡിസിനാണ്. ഇത് ആരോഗ്യത്തിനും സ്ത്രീ പുരുഷ ലൈംഗിക ആരോഗ്യത്തിനും ഉപകരിക്കുന്നു. ഹോർമോൺ നില മെച്ചപ്പെടുത്തുന്നു, വീക്കത്തെ തടയുന്നു, ടോക്സിനുകളെ വെളിയിൽ കളയുന്നു. അതിന് ഈ ഗോകുരു എന്ന് പറയുന്ന സസ്യത്തിൻ്റെ കായൊക്കെ പ്രയോജനപ്പെടുന്നു. അടുത്തത് മഞ്ചിഷ്ട എന്ന് പറയുന്ന ഒരു സസ്യമാണ്. ഇത് ചർമ്മരോഗത്തിനും അതുപോലെ രക്തശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്നു. കിഡ്നിയുടെ വീക്കത്തെ തടയുന്നു,
വൃക്കയും കരളും നല്ല ആരോഗ്യത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ഈ സസ്യം ഉത്തമമാണ്. അഞ്ചാമത് ഡാൻഡെലിയോൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് ഔഷധച്ചെടിയാണ്. വൃക്കരോഗത്തിനും മൂത്രവിസർജനത്തിനും അമിത ഉപ്പ് ശരീരത്തിൽ നിന്ന് വെളിയിൽ കളയുന്നതിനും ഈ സസ്യം ഉപയുക്തമാണ്. ആറാമതായിട്ട് ഫ്ലാക്സ് സീഡാണ്. ശരീരത്തിലെ അമ്ലത്വം കുറയ്ക്കുവാനും, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ pH ലെവല് 7 നന്നായി പ്രവർത്തിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഫ്ലാക്സ് സീഡ്. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണിനെ നീക്കുവാനും കിഡ്നിയുടെ വീക്കം ഇല്ലാതാക്കാനും ഉതകുന്നു. പൊട്ടാസ്യത്തിൻ്റെ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് കിഡ്നിയെ സുഗമമായി പ്രവർത്തിപ്പിക്കുന്നു. ഏഴാമതായിട്ട് പൈപ്പർ ലോക്ക് എന്ന് പറയുന്ന ഒരു സസ്യമാണ്. ഇത് ചൈനീസ് ഔഷധച്ചെടിയാണ്. pH ലെവല് കറക്റ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ കിഡ്നിയെ സംരക്ഷിക്കുവാനും കിഡ്നി സ്റ്റോണിനെ തടയുവാനും ഓക്സിഡേഷൻ മുഖാന്തരം വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാനും ഈ ചൈനീസ് സസ്യത്തിന് കഴിയുന്നുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസുകളാണ് ഇപ്പം നമ്മൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പ്രൊഡക്ട്സ് നമുക്ക് ടാബ്ലറ്റ് രൂപത്തിലാണ് കിട്ടുന്നത്. നമ്മൾ ഭക്ഷണത്തിന് ശേഷം ഒരു ടാബ്ലറ്റ് ഒരു ദിവസം എന്ന കണക്കിന് രാവിലെ ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ്. അപ്പോൾ കിഡ്നിയൊക്കെ നല്ല ആരോഗ്യമുള്ളതാക്കി തീർക്കുവാൻ ഇത് ഏറ്റവും ബെസ്റ്റാണ്. അതുകൊണ്ട് കിഡ്നി രോഗമുള്ള ആളുകൾ ഇത് കഴിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് രോഗം വരാതിരിക്കുവാനുള്ള നല്ല ഒരു പ്രീക്കോഷനാണ് ഇതെന്ന് മനസ്സിലാക്കുക. പോളിയോ വന്നിട്ടല്ലല്ലോ പോളിയോയുടെ വാക്സിൻ കൊടുക്കുന്നത്. പോളിയോ വാക്സിൻ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഈ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് നമ്മുടെ കിഡ്നിയെ കരളിനെയും ഒക്കെ സംരക്ഷിക്കുവാൻ ഏറ്റവും ബെസ്റ്റാണ്. താങ്ക് യു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.